أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. ഏറെ ബഹുമാനാദരവുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ ദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് നല്ല മുത്തക്കുകളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദയാലുവായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ഏതാനും കുത്തുബകളിലൂടെ ചർച്ച ചെയ്തിരുന്നത്. നമുക്കറിയാം, സർവശക്തനായ ദയാനിധിയായ കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങള് മനുഷ്യർക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ്. അല്ലാഹു നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകുകയുണ്ടായി. മാത്രവുമല്ല, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് കണക്കാക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അസംഖ്യം, എണ്ണിയാൽ കണക്കാക്കാൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോ സെക്കൻഡുകളിലും, മൈക്രോ സെക്കൻഡുകളിലും ഓരോ മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട ചിലത് നമ്മൾ കഴിഞ്ഞ മുത്തുപോളിലൂടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവയെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പടച്ച തമ്പുരാനോട് നമ്മൾ നന്ദി കാണിക്കുക, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. ഇതിനാണ് പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ഓരോന്നിനും വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും നന്ദി കാണിക്കേണ്ടത്. ചിലത് പടച്ചവനോട് നന്ദി കാണിക്കേണ്ടതുണ്ടാവും, ചിലത് നമ്മൾ പടപ്പുകളോടാണ് നന്ദി കാണിക്കേണ്ടത്. അങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചത്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഖൈർ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്ന. ഇത് അല്ലാഹുവിന്റെ ഒരു ഓഫറാണ്. സത്യത്തിൽ ഇത് നമ്മൾ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളുടെ അത്. നമ്മൾ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുള്ള നന്ദി നമ്മൾ പടച്ചവനോട് കാണിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അല്ലാഹു നമുക്ക് നൽകുന്ന. അത് നമ്മളൊക്കെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക. നമുക്ക് അങ്ങനെ പണ്ടത്തേക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? പണ്ടത്തേക്കാൾ കൂടുതലുള്ള അനുഗ്രഹത്തിലാണോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ഇത് നമ്മൾ ഇടക്കിടക്ക് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓഫർ, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് ലഅസീദന്നക്കും വർദ്ധിപ്പിക്കുന്നല്ല എന്ന് പറയാം. ലഅസീദന്നക്കും ഉറപ്പ് പറയണല്ല. ഇല്ല, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഖൈറുകൾ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ അല്ലാഹ് പറയുന്നത് ഇന്ന അദാബി ലശദീദ്, ഞാൻ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ അല്ലാഹു ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും നന്ദികേട് കാണിക്കാൻ. അപ്പൊ ഈ നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ന അദാബി ലശദീദ് എന്ന ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ പരലോകത്ത് നിങ്ങൾ ശിക്ഷിക്കുന്ന, നന്ദികേട് കാണിക്കുന്നവരെ ശിക്ഷിക്കുന്ന. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും സൂറകളും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദികേട് കാണിക്കുന്ന ആളുകളെ അള്ളാഹു പരലോകത്തിലേക്ക് തന്നെ മുഴുവൻ ആളുകളെയും വിടൂല. ഇവിടുന്ന് തന്നെ പടച്ച തമ്പുരാൻ ശിക്ഷിക്കുന്ന, അത് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. പരലോകത്ത് ശിക്ഷിക്കും. അതിന് ഉപരിയായി അള്ളാഹു വേണമെങ്കിൽ ഇവിടെ നിന്നും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരെ ശിക്ഷിക്കും. ചില ഷോക്കുകൾ പടച്ചുകൊണ്ടിരുന്നു. ഇത് ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, സൂറത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിച്ച, അഹങ്കാരം കാണിച്ചിരിക്കുന്ന ചില സമൂഹങ്ങളെ പടച്ച തമ്പുരാൻ നശിപ്പിച്ച ചരിത്രം ഖുർആൻ പറയുന്നു. ചില കുടുംബങ്ങളെ നശിപ്പിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടുന്ന് നന്ദികേട് കാട്ടി ചില വ്യക്തികളെ പടച്ച തമ്പുരാൻ നശിപ്പിച്ചത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇതെന്തിനാ പറയുന്നത്? ഇത് നമുക്ക് പാടാകാൻ വേണ്ടിയാ. നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കണ്ട, നിങ്ങൾ വല്ലാതെ നന്ദികേട് കാണിക്കാൻ നിൽക്കണ്ട. വേണമെങ്കിൽ അള്ളാഹു ഇവിടുന്ന് തന്നെ നിങ്ങളെ പിടിക്കും. ഇത് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം. അള്ളാന്റെ കലാമാണല്ലോ. അള്ളാന്റെ കലാമാകുമ്പോൾ ഒരിക്കലും അത് അസത്യമാവുകയില്ല. ചില ആളുകളുടെയൊക്കെ ജീവിത ചരിത്രത്തിലൂടെ നിങ്ങൾ പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുന്ന് തന്നെ നന്ദികേട് കാണിച്ച ആളുകൾ ഇവിടുന്ന് തന്നെ അള്ളാഹുവിനെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകും, ഓരോ നാടുകളിലുണ്ടാകും. വലിയ പോക്കിരിത്തരവും അഹങ്കാരവും ദുരഭിമാനികളുമായിട്ടുള്ള ആളുകളെ പടച്ചവരാൻ ഇവിടുന്ന് തന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പിടിച്ചു കുലുക്കിയ ചില സന്ദർഭങ്ങളെ കുറിച്ച് വിശദീകരിക്കാം. സൂറത്ത് സഭയിൽ അല്ലാഹു തആല ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ നന്ദികേട് കാണിച്ചു, അഹങ്കാരം കാണിച്ചവര് പരലോകത്തേക്ക് മാത്രം പടച്ച തമ്പുരാൻ അവരെ അവശേഷിപ്പിച്ചില്ല. ഇവിടെ തന്നെ പടച്ച ഷോക്ക് കൊടുത്തു. അത് യമനിലെ മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത് യമനിലെ സബർ ഗോത്രക്കാരെയാണ് അല്ലാഹു തആല നന്ദികേട് കാണിച്ചപ്പോൾ ഇവിടെ തന്നെ ശിക്ഷിച്ചത്. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്ത് സബയിലെ 15 മുതൽ 17, 18 ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ പറയാണ് നന്ദികേട് കാണിച്ച ഒരു സമൂഹം, ആ സമൂഹത്തിന് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്നത് എന്താ അറിയോ? തീർച്ചയായും ശബദ് ഗോത്രക്കാരുടെ താമസ സ്ഥലത്ത് തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുണ്ട്. ഖുർആൻ എടുത്തു പറയുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? പടച്ചോന്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടംപോലെ അനുഭവിച്ചിട്ട് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ ഇവിടെ തൻപോരിമയും താൻ തന്നെ നേടിയതാണ് എന്നുള്ള അഹങ്കാരവും ഹുങ്കുമായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. റബ്ബിനോട് കാണിക്കേണ്ടുന്ന നന്ദി കാണിക്കാതെ, പടപ്പുകളോട് കാണിക്കേണ്ടുന്ന കടമകൾ നിർവഹിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റാന്ന് പറയുന്നത്. ശബദ് ഗോത്രത്തിൽ അവരുടെ താമസ സ്ഥലത്ത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ദൃഷ്ടാന്തം? ജന്നതാനി അൻ യമീനിൻ വശിമാൽ. അവരുടെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും പടച്ച തമ്പുരാൻ ഒരു തോട്ടം അവർക്ക് നൽകി. നല്ല തോട്ടമാണ്, നല്ല കായ്ക്കറികളുള്ള നല്ല 2 തോട്ടങ്ങൾ നൽകി. കുലൂബിൻ ബിസ്മി റബ്ബിക്കും. അല്ലാഹു പറഞ്ഞു, നിങ്ങളിതാ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഇഷ്ടംപോലെ കായ്ക്കറികളാണ്, നല്ല തോട്ടമാണ്. വഷ്കുറൂലഹു, നിങ്ങൾ എന്ത് വേണം? പടച്ച തമ്പുരാൻ അതിനു വേണ്ടി നന്ദി കാണിക്കുകയും വേണം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹം 2 തോട്ടം, നല്ല ഫലസമ്പുഷ്ടമായ നല്ല കായ്ക്കറികളുള്ള നല്ല 2 തോട്ടങ്ങൾ ഇടതും വലതും നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തിന്നുകൊള്ളുക. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ശുക്ർ കാണിക്കുക, മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിയ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ വിളവെടുക്കുന്ന സമയത്ത് പാപങ്ങൾക്ക് നൽകേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് നിർവഹിക്കണം. നിങ്ങൾ സ്വന്തമായി അതിൽ നിന്ന് തിന്നാൻ പാടില്ല. ഇവിടെ പറഞ്ഞത്
നിങ്ങൾ അവരോട് നന്ദി കാണിക്കുക. എന്നിട്ട് അല്ല പറഞ്ഞതെന്നറിയോ? എത്ര നല്ലൊരു രാജ്യമായിരുന്നു, നല്ലൊരു പ്രദേശമാണ്. നല്ല പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബുമാണ് അവർക്കുള്ളത്. എന്തൊരു സുഖകരമാണ്. നല്ല നല്ല ഒരു പ്രദേശം, പടച്ച തമ്പുരാൻ അനുഗ്രഹമായി നൽകിയിരിക്കുന്ന 2 തോട്ടങ്ങൾ. അവർക്ക് യഥേഷ്ടം തിന്നുകയും പാപങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അവർക്ക് ജീവിച്ച് നന്ദി കാണിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. പാപങ്ങളെല്ലാം പൊറുക്കുന്ന ഒരു റബ്ബുമാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ അല്ലാഹു തുടർന്നുകൊണ്ട് പറയുകയാണ്, പക്ഷേ അവർ നന്ദി കാണിക്കുന്നതിന് പകരം അവർ അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു, നന്ദി കേട് കാണിച്ചു. പടച്ചവനെ അവർ മറന്നു, പടപ്പുകളെയും അവർ മറന്നു. എന്നിട്ടോ അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്, അവർക്ക് ഈ തോട്ടങ്ങൾ നനക്കാൻ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. ഖുർആൻ പറയണം, ഇപ്പോഴും യമനിന്റെ ഭാഗത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ആ അണക്കെട്ടിൽ ജലപ്രവാഹം കൊണ്ട് പടച്ച തമ്പുരാൻ അത് അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, പൊട്ടിച്ചു കളഞ്ഞു. ആ അണക്കെട്ട് പൊട്ടിച്ചു. അതോടുകൂടി എന്തായി? ആ അവരുടെ 2 തോട്ടങ്ങളെയും പടച്ച തമ്പുരാൻ പകരമാക്കി. ആ തോട്ടങ്ങളെല്ലാം നശിച്ചുപോയി. ജന്നതൈൻ ദവാതാ ഉഖലി ഹംതിൻ വാസിനിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ഇതെന്താ പറഞ്ഞറിയോ? ആ നല്ല ഫലഭൂയിഷ്ഠമുള്ള സുന്ദരമായ എല്ലാ കായ്ക്കറികളും നൽകുന്ന 2 തോട്ടമുണ്ടായിരുന്നു. പക്ഷേ അവർ നന്ദി കേട് കാണിച്ചതിന്റെ ഫലമായി പരലോകത്തേക്ക് പടച്ച തമ്പുരാൻ നീക്കി വെച്ചില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദുന്യാവിൽ തന്നെ പടച്ച തമ്പുരാൻ പിടികൂടി അവരുടെ 2 തോട്ടങ്ങളെയും പടച്ച തമ്പുരാൻ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പിന്നീട് അസിൽ എന്ന് പറയുന്ന വൃക്ഷവും അതുപോലെ തന്നെ കൈപ്പരസം ഉണ്ടാകുന്ന ചില കായ്ക്കറികളും വളർന്നു വരുന്ന സസ്യങ്ങളും അല്പം ഇലന്ത മരത്തിന്റെ മരങ്ങളുമായി മാത്രമായിരുന്നു ആ കായ്ക്കറികളുള്ള തോട്ടത്തെ പടച്ച തമ്പുരാൻ മാറ്റിമറിച്ചു. എന്താ കാരണം? ഇതിനകത്ത് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിരുന്നത്, പണ്ട് കാലഘട്ടങ്ങളിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് കുറച്ചാളുകൾ ജീവിച്ചിരുന്നു. അവിടെ ഇങ്ങനെ ഉണ്ടായി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. വിശ്വാസികളോട്, ലോക സമൂഹത്തോട് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത് എന്താ? പടച്ച തമ്പുരാൻ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചു കൊണ്ടുള്ള ശുക്ർ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ല എങ്കിൽ പടച്ച തമ്പുരാൻ ഇവിടെ വെച്ച് തന്നെ പിടികൂടും. ആ പ്രദേശത്തെ പടച്ച തമ്പുരാൻ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ തോട്ടങ്ങളെല്ലാം നശിപ്പിച്ചു. ഉപകാരപ്രദമല്ലാത്ത ചില കായ്കളും മരങ്ങളുമായിരുന്നു പിന്നീട് അവിടെ വളർന്നത്. നിങ്ങൾ നോക്കൂ, വേറെ ഒരു കുടുംബത്തെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഖലമിൽ ഒരു ബാപ്പാന്റെയും കുറച്ച് മക്കളുടെയും ചരിത്രം എന്ന് പറയാണ്. ഖുർആൻ പറയുന്ന കഥകൾ വെറും കഥകളല്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന കഥകൾ ശരിയായിട്ടുള്ള ചരിത്രങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സൂറത്ത് ഖലമിൽ ഒരു പിതാവിന്റെയും മക്കളുടെയും ചരിത്രമാണ് പറയുന്നത്. പിതാവ് എന്തായിരുന്നു? പിതാവ് നല്ല മനുഷ്യനായിരുന്നു. ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. ആ ബാപ്പാർക്കും മക്കൾക്കും കുറച്ച് തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിലുള്ള കായ്ക്കറികൾ ഭരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കർഷകരായ പാവപ്പെട്ട മനുഷ്യന്മാർ വട്ടിയും കൊട്ടയുമായി അവിടെ വിളവെടുക്കുന്ന സമയത്ത് ആ തോട്ടത്തിന്റെ അരികിലേക്ക് വരും. ഈ ബാപ്പാന്റെ എടുത്തും മക്കളെടുത്തും. അപ്പൊ ബാപ്പന്റെയും ഈ തോട്ടത്തിൽ നിന്നും കായ്ക്കറികൾ ഭരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന പാവപ്പെട്ട മുഴുവൻ മനുഷ്യന്മാർക്കും അതിന്റെ ഒരു വീതം അവിടെ തന്നെ കൊടുക്കും. നിങ്ങൾ എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഉള്ളവൻ കൊടുക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവിടെ ജാതിയോ മതമോ നോക്കേണ്ട ആവശ്യമില്ല. പട്ടിണിക്ക് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല. പാവങ്ങളെ സഹായിക്കണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. എന്നിട്ട് ആ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ഖലമിൽ വിശദീകരിച്ചുകൊണ്ട് പറയാം. എന്നിട്ടോ ബാപ്പാന്റെ കാലം കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണം, ബാപ്പാന്റെ കാലം കഴിഞ്ഞു. പിന്നെ മക്കളാണ് എന്റെ അവകാശികൾ. മക്കള് പടച്ച തമ്പുരാനിൽ അത്ര വിശ്വാസമില്ലാത്ത ആളുകളായിരുന്നു. അവർ ചില ഗൂഢാസൂത്രണങ്ങൾ നടത്തുകയാണ്. എന്തിനാ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതല് ഈ ഭാഗം കൊടുക്കണം? നമ്മക്കെന്നെ തിന്നാൻ പോലെ. നമ്മളല്ലേ ഇവിടെ വിളയിറക്കിയിരിക്കുന്നത്, നമ്മളല്ലേ കളപറിച്ചിരിക്കുന്നത്, നമ്മളല്ലേ വിത്തുപാതിയിരിക്കുന്നത്, നമ്മളല്ലേ അത് കൊയ്തെടുക്കുന്നത്, നമ്മളല്ലേ അതിന് കാവൽക്കാരെ വെച്ചിരിക്കുന്നത്. പിന്നെന്തിനാ നമ്മൾ പാവങ്ങൾക്ക് നൽകുന്നത്? അവർക്ക് ഇതിൽ എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? എന്തെങ്കിലും സേവനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ? സഹോദരന്മാർ തമ്മിൽ കൂടിയാലോചിക്കുക. ഖുർആൻ പറയാണ്, അങ്ങനെ അവർ പ്ലാൻ ചെയ്യാണ്, ഗൂഢാസൂത്രണം ചെയ്യണം. അവര് എന്താ ഗൂഢാലോചന? ബാപ്പ കൊടുത്തത്, ബാപ്പ ഒരു പോയത്തക്കാരൻ എന്ന രൂപത്തിലാണ് അവരുടെ പ്രതികരണം. അവർ രാവിലെ
അവരെല്ലാവരും വിളിച്ചു പറയാം. അന്ന് രാവിലെ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ, പറിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നന്ന രാവിലെ പോകുക. എന്തിനാ നന്ന രാവിലെ പോകുന്നത്? അവര് മക്കളൊക്കെ പാടെ, ബാപ്പ മരിച്ചതിന് ശേഷമുള്ള മക്കൾ, അനന്തരാവകാശികൾ തോട്ടത്തിലേക്ക് പതുങ്ങി പോവുകയാണ്. എന്താ? തൊട്ടടുത്തുള്ള പാവങ്ങളും അനാഥകളും വിധവകളുമായിട്ടുള്ള ആളുകൾ അറിയോ എന്ന് വിചാരിച്ച് അവർ വളരെ പതുക്കെയാണ് പോകുന്നത്. മെല്ലെയാണ് സംസാരിക്കുന്നത്. സംസാരം പോലും കേട്ടാൽ ഈ പാവങ്ങൾ ഉണർന്നു വരുമോ എന്ന് അവർ വിചാരിക്കുന്നു. അവർ പറയുന്നത് എന്താ അറിയോ? ഇന്ന് നമ്മൾ പതുക്കെ പോകണം, വല്ലാതെ സംസാരങ്ങളൊന്നും വേണ്ട, നേരം പുലരുന്നതിന് മുമ്പ് പോകണം. എന്നാൽ ഒരു പാവപ്പെട്ടവനും ഒരു മിസ്കീനും നമ്മുടെ തോട്ടത്തിന്റെ അടുത്ത് നിന്ന് വരൂല. ഇതൊക്കെ അള്ള കാണുന്ന ബോധമാണ്. ഇത് അവർക്ക് മാത്രമല്ല, നമുക്കും വേണം, നമുക്ക് ശരിക്കും വേണം. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അവര് മുടക്കം കൂടാതെ അവർക്കത് രാവിലെ അവർ പോവുകയാണ്, അവർക്ക് മുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പാത്തും പതുങ്ങിയും ശബ്ദമുണ്ടാക്കാതെ പൂച്ച നടക്കുന്നത് പോലെ, പൂച്ച ഇര പിടിക്കാൻ പോകുന്നത് പോലെ പതുക്കെ പോവുകയാണ്, തോട്ടത്തിലേക്ക് പോവുകയാണ്. സഞ്ചിയും വട്ടിയും കൊട്ടയുമായി പോവുകയാണ്. ഇതിന്റെ ഉടമകളായിട്ടുള്ള മക്കൾ അല്ലാഹ് അവിടെ കാണിച്ചു കൊടുക്കുന്നത് അറിയോ? അങ്ങനെ അവർ അവരുടെ തോട്ടത്തിന്റെ അടുത്ത് എത്തിയപ്പോ അവര് പറയാണ്, നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നത്, ഇത് നമ്മളെ തോട്ടം അല്ലല്ലോ, നമ്മൾ വഴി തെറ്റിയാണ് പോണത്, ഇതല്ല നമ്മളെ തോട്ടം. ചെന്ന് നോക്കുമ്പോഴെന്താ, അവരുടെ തോട്ടമെല്ലാം പടച്ച തമ്പുരാൻ നശിപ്പിച്ചിട്ടുണ്ട്. അവര് പറയാണ്, അല്ല, തോട്ടം ഇത് തന്നെയാണ് നമ്മുടേത്, പക്ഷേ ഇന്ന് നമ്മൾ തടയപ്പെട്ടവരാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന എന്താ അറിയോ? അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, നമ്മുടെ മുതല്, മറ്റ് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ. ആ അനുഗ്രഹങ്ങളൊക്കെ പാവങ്ങൾക്ക് നൽകേണ്ടത് നൽകാതെ നമ്മള് സൂക്ഷിച്ചു വെച്ചാൽ ഒരു വേദന ഉണ്ടായാൽ മതി. ആശുപത്രിയിൽ പോയി എത്രയാ നമ്മൾ കൊടുക്കേണ്ടി വരിക? ഒരു സർജറിക്കാണ് നമുക്ക് ഡോക്ടർ നിർദ്ദേശം നൽകുന്നത്, എത്രയാ നമുക്ക് പോകണമെന്നല്ലോ. ഇതൊക്കെ നമ്മൾ ആലോചിക്കും. ഇങ്ങനെ തോട്ടക്കാരൻ കഥ പറയുമ്പോൾ നമുക്കൊന്നും തോട്ടമല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന എന്തനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ ചിലത് റബ്ബിനോട് നേരിട്ട് ചെയ്യേണ്ടതുണ്ടാവും. നമസ്കാരം, നോമ്പ്, ഇതുപോലുള്ള കാര്യങ്ങൾ. എന്നാൽ പടപ്പുകളോട് ചെയ്യേണ്ടതുണ്ടാവും. അതാണ് നമ്മുടെ സക്കാത്തും സ്വതക്കയും മറ്റുള്ള പുണ്യകർമ്മങ്ങളൊക്കെ. ഇതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഈ തോട്ടക്കാരായ ആളുകൾക്ക് സംഭവിച്ചതുപോലെ പരലോകത്തേക്ക് അല്ലാഹു തആല നിർത്തിവെച്ചില്ല. ഇവിടുന്ന് തന്നെ ഓരോ തോട്ടം പടച്ചു തമ്പുരാൻ നശിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഖുർആൻ സൂചിപ്പിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അയാൾ വലിയ ധനാഢ്യനാണ്, ഭയങ്കര പണക്കാരനായി, വലിയ സമ്പന്നനായിരുന്നു. അപ്പൊ എന്തൊക്കെയായി? ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി. അങ്ങനെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ വ്യക്തിയുടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്താ നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായി ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് ഖുർആന്റെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഖാറൂൻ മൗലാനി. അദ്ദേഹം ഖുർആൻ തന്നെ പറയുന്നത് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അഹങ്കാരം കൂടി, നിഫാഖ് വർദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം മൂസാ നബിക്കെതിരായി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പൈസനെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ചില പണക്കാരുടെ ലിസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ സമ്പന്നൻ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നൻ, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അതുപോലെ ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സമ്പന്നനാണ് ആര്? ഖാറൂൻ മൗലാനി. ഖാറൂൻ മൗലാനിയെ കുറിച്ച് എന്താ പറയുന്നത് അറിയോ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. തീർച്ചയായും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. ഫബാലഹിം, പക്ഷേ അദ്ദേഹം അതിരുത്ത് പ്രവർത്തിച്ചു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. ശക്തരായ ഒരു കൂട്ടം മല്ലന്മാർക്ക്,
ശക്തിയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അയാളുടെ മുതലിന്റെ കണക്ക് പറയുന്നത് ഖജനാവ് പൂട്ടി അതിന്റെ താക്കോൽ ഒരു സംഘം ആളുകൾക്ക് പിടിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എത്രയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന മുതലാളിയൊന്നും അല്ല, അത്രയും വലിയ സ്വർണവും വെള്ളിയുടെയും നിക്ഷേപമുള്ള വ്യക്തിയായിരുന്നു കാറൂൻ മുതലാളി എന്ന് പറയുന്നത്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അങ്ങനെ ഇതില് ഇദ്ദേഹം അഹങ്കരിച്ചു, വല്ലാത്ത പൊങ്ങച്ചം കാണിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നല്ല മനുഷ്യന്മാര് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കാറൂനോട് പറഞ്ഞു, നീ വല്ലാതെ പുളകം കൊള്ളണ്ട, ഇതൊക്കെ നശിപ്പിക്കാൻ പടച്ച തമ്പുരാനും വല്ലാതെ സമയം വേണ്ട. ഇത് നമ്മൾ ആലോചിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ സമ്പന്നന്മാരായി ജീവിച്ച മനുഷ്യൻ അവസാനം മരണപ്പെട്ട സമയത്ത് മറ്റ് പലരോടും ചോദിച്ച് അവരുടെ സഹായം കിട്ടി മരിച്ചുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ നാട്ടിലുണ്ടാവും. അതിനൊന്നും വല്ലാതെ കാലം വേണ്ട. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഈ കാറൂനോട് അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ലാ തഫ്റഹ്, നീ വല്ലാതെ പുറകം കൊള്ളണ്ട, പൊങ്ങച്ചം കാണിക്കണ്ട. ഇത് ഖുർആൻ വെറുതെ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ, ഇങ്ങനെ വല്ലാതെ പുറകം കൊള്ളുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ പടച്ചതമ്പുരാൻ ഇതേ സൂറത്ത് ഖസസിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 76 മുതൽ തുറന്നുകൊണ്ടുള്ള ഏതാനും ആയത്തുകളിൽ കാറൂൻ മുതലാളിന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഇതെന്താ പറയുന്നത്? ഇത് നമ്മൾ പാടുകൊള്ളാനാ. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന കുറെ സമ്പത്തുകൾ ഉണ്ടാവും, മുതലുണ്ടാവും. ഇതൊക്കെ ആ ജനങ്ങളോട് കാണിക്കേണ്ടുന്ന, അവരോട് കാണിച്ചു കൊടുക്കേണ്ട, അവരോടുള്ള കടമോട് കൂടി ഉപയോഗിക്കണം. തുടർന്നുകൊണ്ടുള്ള ആയത്തിൽ അത് പറഞ്ഞെന്തറിയോ? ഞാൻ ഓതിയ ആയത്താണ്, അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ധനമുണ്ടല്ലോ, ആ അനുഗ്രഹമുണ്ടല്ലോ, അതുകൊണ്ട് നീ അല്ലാഹു നൽകിയതിന്റെ പരലോകത്തിന് കൂടി നീ ആഗ്രഹിക്കണം. ഇവിടുന്ന് നമ്മളും നമ്മുടെ കുട്ടികളും മക്കളും മാത്രം സുഖിച്ച് ജീവിച്ചാ പോരാ, പരലോകം കൂടി, ദാരലാഖിറ പരലോകം കൂടി നീ ആഗ്രഹിക്കണം. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും മുതൽ മാത്രമല്ല അനുഗ്രഹം, ഒരുപാടുണ്ട്. കഴിഞ്ഞ ഖുതുബകളിലൂടെ കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി. എന്നിട്ടുള്ള അല്ലാഹു പറഞ്ഞു, വലാ തൻസ നസീബക മിന ദുനിയ, എന്നാൽ ദുനിയാവിൽ നിന്ന് യോഗനിക്ക് മറക്കുകയും വേണ്ട. അല്ലാഹു നിനക്ക് നൽകിയില്ലെങ്കിൽ അത് നൽകിയതിനനുസരിച്ച് കൊണ്ട് മാന്യമായി നീ ജീവിക്കുകയും വേണം. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, അഹ്സിൻ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. ഇത് നമ്മളോട് ഓരോരുത്തരോടാണ് ആ വാചകം. എന്താ പറഞ്ഞത്? വഅഹ്സിൻ, ഇത് കാറൂനോട് പറയണം, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് സുകൃതം ചെയ്തതുപോലെ നീ മറ്റുള്ളവർക്കും നീ നന്മ ചെയ്യുക. മെച്ചന്മാരെല്ലാവരും നമ്മുടെ നാട്ടിലല്ല, ലോകത്ത് എവിടെയും ഒരേ രൂപത്തിലല്ല. ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ഉണ്ടാവും, ആവശ്യക്കാരുണ്ടാവും ആവശ്യമില്ലാത്തവരുണ്ടാവും, പണക്കാരനും പണിക്കാരനും പട്ടിണി പാവങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു പറയാണ്, അല്ലാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീ നിന്റെ പാവപ്പെട്ട ആളുകൾക്കും നന്മ ചെയ്യണം. നമുക്കൊക്കെ അല്ലാഹു നൽകിയതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. അതാ പറഞ്ഞത്, ശുക്ർ, പടപ്പുകളോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാണുമ്പോൾ ചിരിച്ചാൽ മാത്രം പോരാ. അവന്റെ വീട്ടിൽ പ്രയാസമുണ്ട് എങ്കിൽ, അവന്റെ വീട്ടിലുള്ള ഒരു രോഗിക്ക് പ്രയാസമുണ്ട് എങ്കിൽ, അവന്റെ മക്കൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസം കണ്ടറിയേണ്ടവനാണ് ഒരു വിശ്വാസി. അതാണ് നന്മ, അതാണ് അവരോടുള്ള ശുക്ർ കാണിക്കേണ്ടത്. ഇത് ഖുർആൻ നമുക്ക് പഠിച്ചു തരാം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. കാറൂനോട് പറയാൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, തീർച്ചയായും ഫസാദ് ഉണ്ടാക്കുന്നവരെ, കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. കാറൂനെ കുറിച്ച് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്. എന്തായിരുന്നു? ഒരുപാട് തരം നല്ല അലങ്കൃതമായ വസ്ത്രവിധാനത്തോടുകൂടി അവന്റെ നൽകിയിരിക്കുന്ന, പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അണിഞ്ഞൊരുങ്ങിയായിരിക്കും ജനങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരിക. ആളുകൾ കാണാൻ മനസ്സിലായി, കണ്ടോളി എന്നില്ലായിരിക്കും. അവസാനം അല്ലാഹു തആല പറയുന്നത് അറിയോ? ഈ മനുഷ്യനെ പഠിച്ചോ എന്ത് ചെയ്തു? ഫഖസഫനാ ബിഹി വബിദാരിഹി അൽ-അർദ്. അല്ലാഹു പറയാണ്, ഫഖസഫനാ ബിഹി വബിദാരിഹി അൽ-അർദ്, അവനെയും അവന്റെ വീടിനെയും പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. അവനെയും അവന്റെ വീടിനെയും വബിദാരിഹി,
അതെന്റെ വീടിനെയും പടച്ചമ്പുരാൻ ഭൂമിയിലേക്ക് ആക്കി കളഞ്ഞു. എന്തിനാ നമുക്ക് പറഞ്ഞറിയോ? ഒരു വ്യക്തിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചെന്ന് എന്താ അറിയോ? നമ്മൾ വ്യക്തികളാണ് കുടുംബമായി മാറുന്നത്. ഈ കുടുംബമാണ് സമൂഹമായി മാറുന്നത്. അതുകൊണ്ട് നമുക്ക് പാഠമുണ്ട്. ഇങ്ങനെ പടച്ചമ്പുരാൻ വാരി കോരി നൽകിയാൽ അതുള്ളവരും അത് വിശ്വാസികളും നൽകും, വിശ്വാസമില്ലാത്തവരും നൽകും. വിശ്വാസി പഠിക്കേണ്ടുന്ന മാർഗം പാഠം അത് എനിക്ക് മാത്രം അള്ളാഹു ഇഷ്ടപ്പെട്ടതുകൊണ്ട് നൽകിയതല്ല. അള്ളാഹു ഒരു പരീക്ഷണമായി എന്റെ അടുത്ത് നൽകി. ഇത് നൽകിയിരിക്കുന്ന ഭാവങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ടോ, പ്രയാസപ്പെടുന്നവരെ ഞാൻ പരിഗണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് മുതലും സ്വത്തും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും ഒരു ഉപകാരം ഇല്ലാച്ചെങ്കിൽ നമ്മൾ അങ്ങനെ മരിച്ചു പോയാൽ എന്താ അതിന്റെ ഒരു കാര്യമുള്ളത്? എന്തൊരു ഉപകാരമുള്ളത്? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ നമ്മൾ ചിലവഴിക്കുവാൻ തയ്യാറാകണമെന്ന് ഖുർആൻ ചൊല്ലുന്നു. ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു. ഖാറൂന്റെ വീടിനെയും അദ്ദേഹത്തെ നശിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറയാണ്, ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു സംഘവും ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടർ ആളുകളും അദ്ദേഹത്തെ സഹായിക്കാൻ ഉണ്ടായില്ല. ഭൂമിയിലേക്ക് ആറ്റിക്കളഞ്ഞു. മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ. വമാ കാന മിനൽ മുത്തസിലീൻ. അദ്ദേഹം സ്വയം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ശുക്ർ ചെയ്ത് ജീവിച്ചിട്ടില്ല എങ്കിൽ പടച്ച തമ്പുരാൻ ഈ പരലോകത്തേക്ക് മാത്രം നീട്ടി വെക്കൂല, ദുന്യാവിന് തന്നെ തരും. അതിന്റെ ചരിത്രമാണ് ഒരു വ്യക്തിയുടെയും ഒരു കുടുംബത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ചരിത്രമാണ് ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളൊക്കെ ആലോചിക്കുക, നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവും. എന്നിട്ട് ഖുർആൻ ആ സൂറത്തുൽ ഖലമില് ഈ ഉപ്പയുടെയും മക്കളുടെയും ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു അവസാനിപ്പിക്കുന്ന ഇങ്ങനെ ആയത്ത്, കദാലിക്കൽ അദാബു, ഇപ്രകാരമാണ് അള്ളാഹുവിന്റെ ശിക്ഷ. എന്നിട്ട് പറയാ വല അദാബുൽ ആഖിറതി അക്ബറു ലൗ കാനൂ യഅലമൂൻ. അപ്പോൾ രണ്ട് തരം ശിക്ഷ. അല്ലാഹു പറഞ്ഞാ വല അദാബുൽ ആഖിറതി, ഇവിടുന്ന് അവരുടെ തോട്ടം പടച്ചതമ്പുരാൻ നശിപ്പിച്ചു. അങ്ങനെ ഈ ദുനിയാവിന്റെ ശിക്ഷ നൽകി. വല അദാബുൽ ആഖിറ, പരലോകത്തിന്റെ ശിക്ഷയാകട്ടെ അക്ബറു, അത് ഇതിനേക്കാൾ വലിയതാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും ചെറുതായിട്ടെങ്കിലും നമുക്ക് നൽകിയിരിക്കുന്ന മുതലിന് സകാത്തെങ്കിലും കൃത്യമായി കൊടുക്കാനെങ്കിലും നമ്മൾ പഠിക്കണം. എന്നാ നമ്മളെ കടമ നിർവഹിച്ചു. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മുതലുണ്ടല്ലോ, അത് സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിലും നമ്മുടെ മറ്റു വരുമാനങ്ങളാണെങ്കിലും അതിന് കൃത്യമായി സകാത്തെങ്കിലും കൊടുത്താൽ പടച്ചവനോട് പറഞ്ഞു നോക്കാം, റബ്ബേ എന്റെ നിർബന്ധ ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടുണ്ടല്ലോ. സ്വതക്കയും മറ്റൊക്കെ അതിന്റെ പിന്നാലെ വരുന്നതാ. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാ. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ തീർച്ചയായും അത് പാവപ്പെട്ടവർ കൂടി കിട്ടേണ്ടതാണ്. നമ്മൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഈ നാട്ടിലെ ഒരു മനുഷ്യനും യാതൊരു കുഴപ്പമില്ല. നമ്മൾ നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ ഇവിടുത്തെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനോ ഒരു ഫക്കീറിനോ ഒരു മിസ്കീനോ ഒരു കുഴപ്പമില്ല. അത് അവരും അന്തിയായിട്ടുള്ള പ്രശ്നമാണ്. അതിന് അള്ളാഹു കൊടുത്തോളും, ചിലപ്പോൾ ഇവിടുന്ന് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹം നമ്മൾ കൃത്യമായി എപ്പോഴും ബോധ്യമാണ്. നമുക്കൊരു ബോധ്യമാണ് പടച്ചോൻ എത്ര നൽകി. അതിന്റെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ